ചിരിപ്പിക്കാനും തോന്നിവാസം പഠിപ്പിക്കാനും വേണ്ടി മാത്രം നമ്മുടെ നാട്ടുകാരാവുന്ന 2 കോമാളിമാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവർക്ക് ഫാൻസ് ഇട്ട് ഇൻസൈഡും ചെയ്തിട്ട് കള്ളപ്പുതിയണ്ട് സൈനനെ കാണാൻ പോയാൽ മതി. പക്ഷെ പോണത് അങ്ങനെയല്ല. നീളം കുപ്പായിട്ട് തൊപ്പിയൊക്കെ ധരിച്ച് കള്ളിത്തുണക്കെട്ട് നമ്മുടെ ഒരു ഇസ്ലാമിന്റെ ചിഹ്നം നിലനിർത്തിക്കൊണ്ട്. എന്ത് കാര്യത്തിനത്? ഈ തൊപ്പി തലകെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. ബോധപൂർവം പരിഹസിച്ചാൽ ചിലപ്പോൾ ഇസ്ലാമെന്ന് പുറത്തു പോകും. കാരണം അറിയപ്പെട്ട ഇസ്ലാമിന്റെ സിമ്പലാണത്. അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. അതുകൊണ്ടല്ലേ ദുരവസ്ഥയിൽ ആശാൻ പറയുന്നത്, എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കുന്ന ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ. എന്താ അദ്ദേഹം പറഞ്ഞിട്ട് ഷഹാദത്ത് കൽമ ചൊല്ലിയ എന്ന് പറയാത്തെ? എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. എങ്ങനെയാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ കൂടിയതെന്ന് വർണ്ണിക്കുമ്പോൾ ദുരവസ്ഥയിൽ ആശാൻ പാടുന്നത് ഇങ്ങനെയാണ്: എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ. ബ്രാഹ്മണൻ വരുമ്പോ, ഉന്നത കുലജാതം വരുമ്പോ കൂയിന്ന് അവരുടെ ചിങ്കടികൾ കൂവി മുന്നിലൂടെ നടക്കുമ്പോൾ ആ പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല. എവിടെയോ പോയി ഒളിച്ചു നിൽക്കണം. കാണുന്നത് ഐറ്റമാണ്. അവർ നടക്കുന്നിടത്തുകൂടെ നടന്നാൽ ഈ ബ്രാഹ്മണൻ അശുദ്ധനായി പോകും. അവരുടെ പെണ്ണുങ്ങളെ മാത്രമേ അവർക്ക് ഐറ്റമില്ലാത്തതുണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ ആദ്യകാല ജാതീയ വ്യവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ചവരുണ്ടാകും. ഈ വ്യവസ്ഥയെ കുറിച്ച് ആശാൻ പറയുമ്പോൾ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി ഷഹാദത്ത് ചെല്ലിയാൽ എന്നല്ല, അത് പറഞ്ഞാൽ മതി. അതേ അർത്ഥത്തിന് അദ്ദേഹം പ്രയോഗിക്കുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ്. ഇത്ര മവനെത്തി ചാരത്തിരുന്നിടാം ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. തൊപ്പി ഇസ്ലാമിന്റെ ഒരു സിമ്പലാണ്.